ഹലോ ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളുടെ സ്വന്തം ഷെഫ് ലിജോ. നമ്മുടെ ചാനൽ വഴി നമ്മൾ അറിയിക്കുന്ന ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള ഫ്രീ ജോബ് വേക്കൻസികളാണ്. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതേപോലെ തന്നെ മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം. ഇന്ന് നമുക്ക് ജോബ് വേക്കൻസി ഇടാൻ പറ്റിയിട്ടില്ല. ഞാൻ കുറേ തിരക്കിലാണ്. ഇവിടെ ഇപ്പൊ തിരിച്ചു പോകാനായി വളരെ കുറച്ച് ദിവസം മാത്രമേ ഉള്ളൂ. മഴ നല്ലോണം പെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ എന്റെ കൂടെ നമ്മുടെ പൊന്നൂസ് ഉണ്ട്. അപ്പോ പൊന്നൂസ് എല്ലാവർക്കും ഒരു ഹായ് പറയും. ഹായ്. പിന്നെ എല്ലാവർക്കും സുഖമാണെന്ന് തന്നെ വിചാരിക്കുന്നു. മാക്സിമം ഞാൻ ഈ വീഡിയോയിൽ തന്നെ ഞാൻ ജോബ് വേക്കൻസികൾ ഇടാൻ നോക്കും. ഇത് നാളെ ജോബ് വേക്കൻസികളാണ്. ഇന്ന് നൈറ്റോട് കൂടിയിട്ട് വന്നിട്ടുള്ള ജോബ് വേക്കൻസികളാണ് ഉണ്ടാകുക. മാക്സിമം ഞാൻ അതിനകത്ത് ഉൾപ്പെടുത്തും. കാരണം എനിക്ക് ഇന്നലെ, അതായത് ഈ വീഡിയോ സത്യത്തിൽ ഷൂട്ട് ചെയ്തത് രാത്രിക്കാണ്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത്. മാക്സിമം എനിക്ക് രാത്രിയോട് കൂടി വന്നിട്ടുള്ള എല്ലാ അപ്ഡേറ്റ്സും ഞാൻ നിങ്ങളിലേക്ക് അറിയിക്കുന്നതാണ് ജോബിന്റെ കാര്യത്തിൽ. അതേപോലെ തന്നെ പ്രത്യേകമായിട്ടൊരു കാര്യം പറയാനുള്ളത് വെച്ചിട്ടുണ്ടെങ്കിൽ, തലബാത്തിൽ ഒരാളൊരു കമന്റ് കണ്ടാണ് ഞാൻ തലബാത്തിലാണ് വർക്ക് ചെയ്യുന്നത്, നമ്മൾ പറയുന്ന പോലെ ജോലിക്ക് എത്ര ശമ്പളം കിട്ടുന്നില്ല. അതൊക്കെ അവര് വർക്ക് ചെയ്യുന്നതിനനുസരിച്ചാണ്. നമ്മൾ കൂടുതലായിട്ട് നമുക്ക് എന്തുകൊണ്ടാണ് സാലറി കിട്ടാത്തതെന്ന് ചിന്തിച്ചിട്ട് ഒരു കാര്യമില്ല. കാരണം ജോലി ചെയ്യാൻ മനസ്സുള്ളവർക്ക്, ആ പുള്ളി എത്ര മണിക്കൂറാണ് ജോലി ചെയ്യുന്നതോ, അല്ലെങ്കിൽ സാലിക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടുത്തെ ടോളാണത്. ആ ടോള് ഒക്കെ പുള്ളി കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ പറയുന്നത്, അതൊക്കെ എല്ലാവരും തന്നെ കൊടുക്കുന്ന കാര്യമാണ്. അവിടെ എല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുക, എല്ലാ ഡെലിവറിക്കാരും ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ഞാൻ അവിടുത്തെ സ്റ്റേറ്റ്മെന്റ്, ഈ സാലിക്ക് അടക്കമുള്ള സ്റ്റേറ്റ്മെന്റ്, അല്ലെങ്കിൽ സാലിക്ക് ഇല്ലാത്ത റോഡുകളുണ്ട്. അതായത് നമുക്ക് ഈ ടോള് കൊടുക്കാതെ പോകാൻ പറ്റുന്ന റോഡുകളുണ്ട്. അതൊക്കെ നമ്മൾ കണ്ടുപിടിച്ചിട്ട് വേണം നമുക്ക് പോകാൻ, ടോള് കൊടുക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ. അപ്പൊ അതൊക്കെ മനസ്സിലാക്കിയിട്ട് നമുക്ക് പോകാൻ പറ്റും. കാരണം ഗൂഗിൾ മാപ്പുകളിൽ കറക്റ്റ് ആയിട്ട് നമുക്ക് നമ്മുടെ ലൊക്കേഷനും കാര്യങ്ങളും ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് കണ്ടുപിടിച്ച് നമുക്ക് അവിടെ എത്താൻ പറ്റും. ഏതൊക്കെ റോഡിലാണ് ഈ ടോളുള്ളത്, കാര്യങ്ങളുള്ളത് എല്ലാം നമുക്ക് കാണാൻ പറ്റും. പിന്നെ ആക്സിഡന്റ് സാധ്യത കൂടുതലാണെന്ന് ചുമ്മാ പറയുന്നതാണ്. കാരണം നമ്മൾ ഇവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ ഞാൻ പറഞ്ഞില്ല, എന്റെ സുഹൃത്ത് 5 വർഷത്തിൽ കൂടുതലായിട്ട് ആ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്ന ആളാണ്. അപ്പൊ അവനവിടെ വണ്ടി ഓടിച്ചിട്ടുണ്ട്. ആക്സിഡന്റ് കാര്യങ്ങൾ ഉണ്ടാവും. നമുക്ക് ഇവിടെ ഉണ്ടാകുന്നതിനെക്കാട്ടിലും കുറവ് സാധ്യതകളാണ്. വണ്ടികളുടെ എണ്ണം കൂടുതലാണ്, അതേപോലെ റോഡുകൾക്ക് വീതി കൂടുതലാണ്. അപ്പോൾ നമുക്ക് വണ്ടികളുടെ എണ്ണം കൂടുതലുള്ളത് കൊണ്ട് നമുക്ക് പ്രശ്നം. നമ്മുടെ ട്രാക്ക് മാത്രം കണക്കാക്കി നമ്മൾ പോവുക. UAE നിയമങ്ങൾ പാലിച്ച് കൃത്യമായിട്ട് വണ്ടി ഓടിച്ചു കഴിഞ്ഞാൽ, ക്യാമറയുള്ള സ്ഥലത്തൊക്കെ, ആ സ്പീഡ് ലിമിറ്റേഷൻസ് ഉള്ള സ്ഥലങ്ങളിലൊക്കെ അതിനനുസരിച്ച് നമ്മൾ പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഫൈനോ കാര്യങ്ങളോ ഒന്നും വരില്ല. സിഗ്നൽ നോക്കി വണ്ടി ഓടിക്കുക. നമ്മൾ മറ്റ് പല കാര്യങ്ങളും ചിന്തിച്ചിട്ട് നമ്മൾ വണ്ടി ഓടിച്ചാലൊന്നും കൃത്യമായിട്ട് നമുക്ക് എത്തേണ്ട ലൊക്കേഷനിൽ നമ്മൾ എത്തില്ല. അതേപോലെ തന്നെ ഫൈനോട് ഫൈനോ ആയിരിക്കും. അപ്പൊ അതൊക്കെ നമ്മൾ കൃത്യമായിട്ട് ഞാൻ പറയുന്നുണ്ട്. അവന്റെ സ്റ്റേറ്റ്മെന്റ് അടക്കം, അവന് ഇത്ര നാളും കിട്ടിയ ഫുൾ സാലറി സ്റ്റേറ്റ്മെന്റ് വേണമെങ്കിൽ അങ്ങനെ, അതല്ലാണ്ട് അവന്റെ ലാസ്റ്റ് മന്ത് 2-3 മാസത്തെ സ്റ്റേറ്റ്മെന്റ് വിടാൻ പറ്റുകയാണെങ്കിൽ അങ്ങനെ, എങ്ങനെയാണോ അത് അവന്റെ ഇതിനകത്ത് അവന് കിട്ടുന്നത് എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അതൊക്കെ നമ്മൾ ഇട്ടതിന് ശേഷം മാത്രമായിരിക്കും എന്ത് ചെയ്യുക, നമ്മളെ ഈ തലഭാഗത്തിലേക്ക് നമ്മൾ ആളുകളെ കൊണ്ടുവരികയുള്ളൂ. അത്രത്തോളം നിങ്ങൾ ഉറപ്പിച്ചിട്ട്. കാരണം ജോലി ചെയ്യാൻ മനസ്സുള്ളവർക്ക്, അല്ലെങ്കിൽ ജോലി ചെയ്യാൻ മടിയില്ലാത്തവർക്ക് സമ്പാദിക്കാൻ പറ്റുന്ന നല്ലൊരു ജോലിയാണ് തലഭാഗത്ത്. അത് മാത്രമല്ല, 1000-ൽ കൂടുതൽ ആളുകൾക്ക് വേക്കൻസി ഉണ്ട് താനും. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇത്രത്തോളം ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് പറയുന്നത്. കാരണം 1000 കുടുംബങ്ങൾ രക്ഷപ്പെടുന്ന ഒരു കാര്യം കൂടിയാണ്. ശ്രദ്ധിച്ച് വണ്ടി ഓടിക്കുക, കൃത്യമായിട്ട് നമ്മൾ ഡ്യൂട്ടിക്ക് പോകുക, നമ്മുടെ കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ നമുക്ക് സാലറി, അല്ലെങ്കിൽ നമുക്ക് കമ്മീഷൻ ബേസിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മന്ത്ലി നമുക്ക് ഇൻകം നമുക്ക് കണക്കാക്കാൻ പറ്റും. ഓക്കെ ബൈ, താങ്ക് യു. ഞാൻ മാക്സിമം അതിനകത്ത് ഈ വീഡിയോയിൽ ഞാൻ ജോബ് വേക്കൻസികൾ കൂടി ഉൾപ്പെടുത്തുന്നതാണ്. എനിക്ക് പോകാൻ സമയമായി തുടങ്ങി, അതുകൊണ്ട് എല്ലാവരും ക്ഷമിക്കണം. കാരണം എന്നെ കോൺടാക്ട് ചെയ്താൽ കിട്ടുന്നില്ല എന്നൊക്കെ ഒരുപാട് കമന്റുകൾ വരുന്നത്. എനിക്ക് തന്നെ വിഷമമുണ്ട്. പക്ഷെ സമയക്കുറവും അതേപോലെ തന്നെ പെരുമഴയാണ്. പിന്നെ എനിക്ക് എൻ്റെ ഹോസ്പിറ്റൽ കേസ് കാര്യങ്ങൾ ഇതിനൊക്കെ വേണ്ടിയിട്ടുള്ള പോകുന്നതുകൊണ്ടാണ് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റാത്തത്, ഫോണ് വിളിച്ചു കഴിഞ്ഞാൽ കിട്ടാത്തതും മറ്റു കാര്യങ്ങളും ഒക്കെ. ഓക്കെ ബൈ, താങ്ക് യു. എല്ലാവർക്കും നല്ല ദിവസം ആശംസിക്കുന്നു. എല്ലാവർക്കും നല്ലത് വരട്ടെ. മാക്സിമം എന്നാൽ കഴിയുന്ന രീതിയിൽ, ആരുടെയും പൈസ പോവാണ്ട് നമുക്കൊരു ജോലി മേടിക്കാൻ വേണ്ടി എന്നാൽ കഴിയുന്ന രീതിയിൽ ഞാൻ നിങ്ങളെ സഹായിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം.